ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. മൈലാഞ്ചി മൊഞ്ചിന്റെ ശീലുകൾ തീർത്ത് തൃത്താല ചേൽ മെഹന്തി ഫെസ്റ്റ് കലാ സാംസ്കാരിക കൂട്ടായ്മയാണ് റമദാന്റെ ഭാഗമായി കൂറ്റനാട് തൃത്താല ചേൽ എന്ന പേരിൽ മെഹന്തി ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. കൈവെള്ളകളിൽ വിരിയുന്ന വിസ്മയ കാഴ്ചകളുമായി വട്ടേനാട് ഗവൺമെന്റ് LP സ്കൂൾ മെഹന്തി ഫെസ്റ്റിന് വേദിയായപ്പോൾ മത്സരത്തിനപ്പുറം കലയുടെയും സംഗമത്തിന്റെയും ആഘോഷമായി. മന്ത്രി MB രാജേഷിന്റെ പ്രത്യേക താൽപര്യത്തിൽ ഒരുങ്ങിയ തൃത്താല ചേൽ മെഹന്തി ഫെസ്റ്റ് ജനപങ്കാളിത്തം കൊണ്ടും ഡിസൈനുകളുടെ പുതുമ കൊണ്ടും ശ്രദ്ധേയമായി. ഇങ്ങനെയൊരു എല്ലാവരും കൂടി ഒത്തുകൂടുന്ന ഒരു മെഹന്തി ഫെസ്റ്റ് പെരുന്നാളിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് നടത്താൻ തീരുമാനിച്ചത്. വിവിധ പരിപാടികൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 500ഓളം ഫുട്ബോൾ നമ്മുടെ രജിസ്റ്റർ ചെയ്യാത്ത ക്ലബ്ബുകൾക്ക് കൊടുത്തു. കുട്ടികൾ കളിച്ച് വളരട്ടെ എന്ന ഒരാശയമാണ്. പ്രത്യേകിച്ച് മയക്കുമരുന്നിന്റെയൊക്കെ ഭീഷണിക്കെതിരായി കളിക്കളത്തിലേക്ക് കുട്ടികളെ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണത്. ഇനി സ്പോർട്സ് ക്ലബ്ബുകൾക്ക് രജിസ്റ്റർ ചെയ്ത ക്ലബ്ബുകൾക്ക് കിറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ അതിന്റെയൊക്കെ ഭാഗമായിട്ട് എല്ലാം പുരുഷന്മാർക്ക് മാത്രമുള്ള പരിപാടി സംഘടിപ്പിച്ചാൽ പോരല്ലോ. അതുകൊണ്ടാണ് മെഹന്തി ഫെസ്റ്റ് നടത്തിയത്. ഇനി വീരനാട്യം ഫെസ്റ്റ് നമ്മൾ നടത്താൻ പോകുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമെല്ലാം പങ്കെടുക്കാവുന്ന, കൂട്ടായി പങ്കെടുക്കാൻ പറ്റുന്ന പരിപാടികൾ, നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന പരിപാടികൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടത്തുന്നത്. നമ്മൾ ധാരാളം കലാകായിക മത്സരങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. പ്രധാനമായും നാട്ടിലെ കൂട്ടായ്മ, സൗഹാർദ്ദം വളർത്തുക, ഒപ്പം മയക്കുമരുന്ന് പോലുള്ള തിന്മകൾക്കെതിരായി ഒരു അവബോധം സൃഷ്ടിക്കുക എന്നതൊക്കെ ഈ വൈവിധ്യമാർന്ന പരിപാടികളുടെ ഭാഗമാണ്. മെഹന്തി ഫെസ്റ്റ് നമ്മളിപ്പോ ഈ പെരുന്നാളിന്റെ കൂടി പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുക. അതിന് നിങ്ങളെല്ലാം സന്തോഷത്തോടുകൂടി നല്ല ഉത്സാഹത്തോടുകൂടി പങ്കെടുത്ത എല്ലാവർക്കും എന്റെ സ്നേഹാഭിവാദനങ്ങൾ. നിങ്ങളുടെ കൂടെ ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ് ജീവിതത്തിൽ ആദ്യമായി ഞാനും ഞങ്ങളുടെ മൈലാഞ്ചി ഇട്ടത്. ഒരുപാട് കുട്ടികളെയാണ് വരച്ചിട്ടുള്ളത്, ആദ്യമായിട്ടാണ്. അപ്പോ ഈ മെഹന്തി ഫെസ്റ്റിനോടുള്ള ഐക്യദാർഢ്യമാണ്. ഞാനിവിടെ വന്നപ്പോൾ പറഞ്ഞു, ഇതിൽ പങ്കെടുക്കാൻ വന്ന ഒരു പുരുഷൻ വന്ന് തിരിച്ചുപോയി. കാരണം അദ്ദേഹത്തിന് വരയ്ക്കാനുള്ള ആളെ കിട്ടിയില്ല. ഒറ്റയ്ക്കാണ് അല്ലെ, ഒറ്റയ്ക്കാണ് വന്നത്. അപ്പൊ ഇത് സ്ത്രീകൾക്ക് മാത്രമേ മൈലഞ്ചിലാവുന്നില്ല, ജെൻഡർ ന്യൂട്രലാണ് എന്ന ഒരു സന്ദേശം കൂടിയാണ് നൽകുന്നത്. മൈലാഞ്ചി എല്ലാവർക്കും കൂടെ താല്പര്യമുള്ള എല്ലാവർക്കും കൂടെ ടാറ്റു പഠിക്കുന്നതുമായി അങ്ങനെയാണ് മൈലാഞ്ചി. മെഹന്തി ഈ പ്രത്യേക സവിശേഷമായ പശ്ചാത്തലം കൂടി അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നു ഞാൻ. 100ഓളം പേരാണ് തങ്ങളുടെ സർഗാത്മകതയുമായി ഫെസ്റ്റിൽ എത്തിയത്. ഒന്നിനൊന്ന് വ്യത്യസ്തമായ മെഹന്തി ഡിസൈനുകൾ വട്ടേനാട് സ്കൂളിനെ ഒരു ചിത്രശാലയാക്കി. പരമ്പരാഗതമായ അറബിക് ശൈലികൾക്കൊപ്പം സൂക്ഷ്മതയാർന്ന മൊറോക്കൻ ഡിസൈനുകളും വടിവത്ത മണ്ഡലകലയും പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഫ്ലോറൽ ഡിസൈനുകളും കൗതുകകരമായ കാഴ്ചയായി. ഓരോ കൈകളിലും ഒരു കഥ പോലെ മൈലാഞ്ചി വർണ്ണങ്ങൾ നിറഞ്ഞപ്പോൾ നാടിന്റെ നന്മയെയും പൈതൃകത്തെയും ചേർത്തു പിടിക്കുന്ന ഒന്നായി മാറി. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.